രതീഷ്. ശ്രീധരൻ, ഇപ്പോൾ സുധാകരൻ എത്തുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വോട്ട് രേഖപ്പെടുത്തിയോ? സുധാകരന്റെ പ്രതികരണം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ജില്ലയിലെ അപ്ഡേറ്റ് വരുമ്പോൾ തളിപ്പറമ്പിലും പയ്യന്നൂരിലും നല്ല പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രബല നേതാവായിട്ടുള്ള UDF പക്ഷത്തെ പ്രബല നേതാവായിട്ടുള്ള മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കിഴുന്ന സൗത്ത് UP സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ വോട്ടുള്ളത്. അദ്ദേഹം ഏതായാലും പോളിംഗ് ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഈ പൊതുവിൽ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂർ മണ്ഡലത്തിലാണ് നിലവിൽ 1 മണി വരെയുള്ള കണക്കെടുത്താൽ പോളിംഗ് ശതമാനം കുറവുള്ളത്. 45.65% കണ്ണൂർ മണ്ഡലത്തിലെ പോളിംഗ്. അതുപോലെ തന്നെ പക്ഷേ വാശിയേറിയ പോരാട്ടം നടക്കുന്ന പയ്യന്നൂരിലും അതുപോലെ തളിപ്പറമ്പിലും ഏതാണ്ട് 50%-ലധികത്തിലേക്ക് പോളിംഗ് ഉയർന്നിട്ടുണ്ട്. അത് തന്നെ സൂചിപ്പിക്കുന്നത് കടുത്ത മത്സരം ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് അതിന്റെ സൂചന ഉള്ളത്. ഏതായാലും ഈ പല മണ്ഡലങ്ങളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു ഇടതുകോട്ട എന്നൊക്കെ കണ്ണൂരിന് മുന്നേ പറയുന്നെങ്കിലും പക്ഷേ ഇത്തവണ പല മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിന് തന്നെ K സുധാകരന് പ്രതികരണം ലഭ്യമാകും. അദ്ദേഹം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ പോവുകയാണ്. അതുപോലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്ത് 50% പോളിംഗ് വന്നിട്ടുണ്ട്. ഇരിക്കൂറിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇരിക്കൂറിലും 48.25% പോളിംഗ്. കൂത്തുപറമ്പിലും ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അങ്ങനെ കണ്ണൂരിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഉച്ചവരെ നടക്കുന്നത്. ഏതായാലും ഈ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കണ്ണൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം ഇത്തിരി കുറവുള്ളത്. ഏതായാലും അല്പസമയത്തിന് തന്നെ K സുധാകരന്റെ പ്രതികരണം വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. UDFന്റെ ലക്ഷ്യം എന്നുള്ളത് 100 സീറ്റാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ രാഷ്ട്രീയ വനവാസം സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊക്കെ K സുധാകരൻ നടത്തിയ ഒരു പ്രതികരണമൊക്കെ വിവാദമായിരുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതികരണം K സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ തുടർഭരണം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയത്. അതായത് എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചാലും ജനക്ഷേമകരമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായിട്ട് ജനം കൂടെ നിൽക്കും. 2021 ലഭിച്ച സീറ്റുകളേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇക്കുറി ലഭിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ജില്ലയിൽ പൊതുവിൽ ഇടത് നേതാക്കളെല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയത്. ഏതായാലും അല്പസമയത്തിന് തന്നെ K സുധാകരന്റെ പ്രതികരണം വരികയാണ്. KB ശ്രീധരനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. K സുധാകരൻ എന്ത് പറയും? അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, പ്രതീക്ഷ എന്താണ്? അദ്ദേഹം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം UDF നേടും എന്ന് മറ്റു നേതാക്കളെ പോലെ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. K സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരികയാണ്. K സുധാകരന്റെ അടുത്തേക്ക് പ്രവർത്തകരും ആ മണ്ഡലത്തിലെ ഒരുപാട് പേർ സ്നേഹത്തോടുകൂടി വയോധിക എന്ന സുധാകരനെ ആശ്ലേഷിക്കുന്നുണ്ട്. അങ്ങനെ സുധാകരൻ കണ്ണൂരിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ പ്രചരണരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊരു കോൺഗ്രസിന് ആവേശമായിരുന്നു. TO മോഹന് വേണ്ടി അന്ന് വിവാദങ്ങൾ സൃഷ്ടിച്ച ശേഷം തുടക്കത്തിൽ കേരളത്തിൽ ഡൽഹിയിൽ നിന്ന് എത്തിയ ശേഷം TO മോഹന് വേണ്ടി ഇറങ്ങുന്നു. വലിയ ആവേശമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും സുധാകരൻ പ്രചരണത്തിനായി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്നത്. ഇത്തവണ സുധാകരൻ എന്ത് പറയും? തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച ശേഷം UDF പ്രവർത്തകരോട് കേരളത്തോട് എന്തായിരിക്കും പറയുക എന്ന് ഉറ്റുനോക്കുന്നു. വലിയ ആകാംക്ഷയുണ്ട്. K സുധാകരൻ തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പ്രതികരിച്ചത്. TO മോഹനാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് സിറ്റിംഗ് മന്ത്രി. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി. രഘുനാഥാണ് NDAയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ പ്രചാരണ രംഗത്ത് വലിയ വീറും വാശിയും ഉണ്ടായിരുന്നു. പക്ഷേ പോളിംഗ് പെർസെൻറ്റേജിൽ അല്പം സ്റ്റേറ്റ് ലെവലിനേക്കാൾ അല്പം കുറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ കണ്ണൂരിലെ വോട്ടിംഗ് ശതമാനം. K സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരികയാണ്. പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര ഇപ്പോഴും നമുക്ക് കാണാം. ഉച്ചസമയത്ത് കുറെ കൂടി പോളിംഗ് കുറഞ്ഞേക്കും, തിരക്ക് കുറഞ്ഞേക്കും എന്നൊക്കെ തോന്നലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലായിടത്തും വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.